warahmatullahi wabarakatuh. Bismillah, alhamdulillah, rabbil alamin. Assalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. സൂറത്തുൽ ഹജ്ജിന്റെ 41 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു പോയ സഹാബാക്കളെ പറ്റിയിട്ടും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൽ പ്രശ്നങ്ങളില്ലാതെ കുഴപ്പങ്ങളില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും ഇനി മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാധീനം നൽകിയിരുന്നുവെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാകുക എന്നും കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചു. 42-ാമത്തെ ആയത്തിൽ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِن يُكَذِّبُوكَ فَقَدْ كَذَّبَتْ قَبْلَهُمْ قَوْمُ نُوحٍ وَعَادٌ وَثَمُودُ. وَإِن يُكَذِّبُوكَ, അതായത് വഇൻ യുകദ്ദിബൂക എന്ന് പറഞ്ഞാൽ ഇവർ നിന്നെ കളവാക്കുന്നുവെങ്കിൽ, ആര്? മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ കളവാക്കുന്നുവെങ്കിൽ ഫഖദ് കദ്ദബത്, തീർച്ചയായും ഇതിനു മുന്നേയും എന്ത് ചെയ്തിട്ടുണ്ട്? കളവാക്കിയിട്ടുണ്ട്. നമുക്കിത് പറയാൻ വളരെ എളുപ്പമല്ലേ? ഈ ഒരു സംഗതി പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അന്നത്തെ ആളുകൾ അംഗീകരിച്ചില്ല എന്ന് പറയുന്നത് പറയാൻ നല്ല എളുപ്പമുള്ള ഒന്നാണ്. എന്നാൽ നമ്മളുടെ ചിന്ത അവിടെ ഒന്നും എത്തിയാൽ പോരാ, ആ പറച്ചിലിൽ തീരാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം അത് കളവാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കണം. കാരണം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ പറഞ്ഞ ഒരു കാര്യത്തെ ആളുകൾ കളവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ദുനിയാവിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടല്ലോ, ഒന്നുകിൽ ഇപ്പൊ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, അവര് പറയുന്ന ആ ഒരു കാര്യത്തെ ആളുകൾ കളവാക്കുകയാണ് എന്നുള്ളത് എത്ര വലിയ അപമാനമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വാപ്പയേക്കാൾ നമ്മുടെ ഉമ്മയേക്കാൾ നമ്മൾ സ്നേഹിക്കണം ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണ് എന്ത് ചെയ്തത്? ഇവരെ കളവാക്കിയത്. ആദ്യം മുതലേ കള്ളൻ എന്ന് വിളിച്ചതായിരുന്നോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ അവരോട് ഇടപഴകിയ രീതിയിലെ, ഇനിയിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ നാട്ടിൽ നമ്മളെ പറ്റിയിട്ട് ഒരു 10 ആളോട് ചോദിച്ചാൽ അതിലെല്ലാരും നമ്മളെ പറ്റി നല്ലത് പറയുമോ? ഒരിക്കലും പറയൂല. എന്താണ്? നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന എന്തെങ്കിലും വീഴ്ച, നമ്മളെ ഭാഗത്ത് നിന്ന് വന്ന എന്തെങ്കിലും ഒരു അബദ്ധം, നമ്മളെ ഭാഗത്ത് നിന്ന് അവരെ വേദനിപ്പിക്കുന്ന എന്ത് കാര്യം, അത് നടന്നിട്ടുണ്ടാവും. അത് തീർച്ചയാണ്. കാരണം നമ്മൾ എന്തല്ല, അത്ര ഏറ്റവും നല്ല മനുഷ്യരല്ലല്ലോ നമ്മളല്ല. നമ്മൾ കുറെ തെറ്റുകൾ ചെയ്തു പോകുന്ന, അബദ്ധങ്ങൾ പറ്റുന്നവരാണ് നമ്മൾ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള അൽ അമീൻ എന്ന് വിളിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ വേദനയുള്ള ഒന്നാണ്. നിങ്ങളൊരു കാര്യം, ഞാനിപ്പോ നിങ്ങളോട് കുറച്ച് കാര്യം പറയാം, നിങ്ങൾ പറയാത്തൊന്നും ശരിയല്ല, ഇപ്പൊ എനിക്ക് വിഷമമില്ലേ? എന്നിട്ട് പറയണം അത് കളവാണ്. വിശ്വസ്തൻ എന്ന് വിളിച്ച് എന്നെ നിങ്ങൾ കള്ളൻ എന്ന് വിളിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വികാരം എന്തായിരിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് 1-2 ആളല്ല വിളിച്ചത്, 1-2 ആളുകളല്ല പറഞ്ഞത്, വീട്ടിലുള്ള ആളുകളെ മാത്രമല്ല കുത്തി പറഞ്ഞത്, മറിച്ചുള്ള എല്ലാവരും കുറച്ചാളുകൾ ഒഴികെ തള്ളിക്കളഞ്ഞു. എല്ലാരും കളവാക്കി.
എല്ലാവരും കൂടി കള്ളൻ എന്ന് വിളിച്ചു, എല്ലാവരും കൂടി എന്ത് ചെയ്തു? പീഡിപ്പിച്ചു. ഇതാണ് സംഭവം. അപ്പൊ വൈയൊക്കെ പൂക്ക കളവാക്കിയിരുന്നു എങ്കിൽ, കളവാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിയെ കളവാക്കിയത് നമ്മൾ അത്ര സിമ്പിളായിട്ട് കേട്ടിട്ട് പോകാൻ പാടില്ല. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമുക്ക് ചില ചിന്തകൾ, ചില ഫിക്റുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ ദീൻ പറയുമ്പോൾ ആളുകൾ നമ്മളെ കള്ളൻ വിളിക്കും. യഥാർത്ഥ കാര്യം ദീൻ പറയുമ്പോൾ ആളുകൾ നമ്മളെ പല ചീത്തയും വിളിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കാണ്ടിരിക്കും. ഇന്ന് നമുക്കറിയാം, ചില ഗ്രൂപ്പുകളിൽ നമ്മൾ ഇടുന്ന ചില മെസ്സേജുകൾ ചില ആളുകൾക്ക് വല്ലാതെ തറക്കാറുണ്ട്. നമ്മൾ ഇടുന്ന ചില ടെക്സ്റ്റ് മെസ്സേജുകൾ വല്ലാതെ നമ്മൾ ഇടങ്ങാറാക്കാറുണ്ട് ചില ആളുകളെ. എന്നിട്ട് അവര് നമ്മൾ എന്തൊക്കെ വിളിക്കും? പല പേരും വിളിക്കും, പല രൂപത്തിൽ കളിയാക്കും, പല രൂപത്തിൽ ഇകഴ്ത്തും. അന്ന് നമ്മൾ അറിയണം, ഇത് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിട്ടുണ്ട്, പിന്നെ എനിക്കെന്താ സഹിക്കുന്നേ? നമുക്ക് പ്രഷർ ഇളകരുത്, നമ്മളെ ഹാല് മാറരുത്. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ പറയുന്നത് ദീനാണ്. ദീനുള്ളവരെ വിജയിക്കുള്ളൂ, അല്ലാത്ത ആരും വിജയിക്കൂല. ആ ദീൻ അത് ഇസ്ലാമാണ്. അതുകൊണ്ട് ദീനിലുള്ള എന്തും നമുക്ക് പറയാം. ഖുർആനും ഹദീസും സംഭവങ്ങളും ചരിത്രങ്ങളും അതൊക്കെ നമ്മൾ പറയേണ്ടത് തന്നെയാണ്, വേറെ ആരും പറയാനില്ല. അത് പറയുമ്പോൾ നമ്മളെ തള്ളിക്കളയുകയും നമ്മളെ കള്ളെന്ന് വിളിക്കുകയും ഒക്കെ തന്നെയാണ് ചെയ്യുക. അല്ലാതെ ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രതീക്ഷിക്കണ്ട. നമ്മൾ ആയത്തും ഹദീസൊക്കെ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ ആളുകൾ നമ്മളെ ഇങ്ങനെ വിളിച്ച് എന്താ പറയാ, ഇങ്ങനെ ഒരു പുടവൊക്കെ തന്ന് സ്വീകരിക്കുന്നു നമ്മൾ കരുതുകയോ ചെയ്യരുത്. ഇവർ നിന്നെ കളവാക്കുന്നുവെങ്കിൽ തീർച്ചയായും കളവാക്കിയിട്ടുണ്ട്. ഖബ്ലഹും, ഇവരുടെ മുന്നേ. ഈ പറയുന്ന മുശ്രിക്കീങ്ങൾ നിന്നെ കളവാക്കുന്ന എന്നുള്ളൊരു സംഗതി ഉള്ളത് തന്നെ. ഈ കളവാക്കുന്നുവെങ്കിൽ ഇതിനു മുന്നേ ഉള്ള കുറെ മനുഷ്യന്മാരുണ്ട്, അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കളവാക്കിയിട്ടുണ്ട്. ദീൻ പറഞ്ഞ ആളുകളെ കള്ളന്മാരാക്കിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു ഓരോ ജനതയും പറയാണ്, നൂഹിന്റെ ജനത. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. അത് എത്ര വേദനയാണില്ലേ? അവസാനമുള്ള ആ വനാദായ മാലിക് എന്താ പറയാ, ആ സംഭവമൊക്കെ നമ്മൾ ആലോചിച്ച് നോക്ക്. എത്ര വലിയ വേദനയാണ്. 950 വർഷം ദഅവത്ത് ചെയ്തിട്ട് നമ്മളിപ്പോ എത്ര വർഷം ജീവിച്ചത്? അതിന്റെ എത്ര ഇരട്ടിയാന്ന് കൂട്ടി നമ്മള് 100 ഇരട്ടി പോരാ അല്ലെ? 950 വർഷം ദഅവത്ത് ചെയ്തു, എന്നിട്ട് സ്വന്തം മകനെ മുസ്ലിം ആക്കാൻ കഴിഞ്ഞില്ല. അവസാന സമയത്ത് ആ കപ്പലിലേക്കൊന്ന് കയറുമോനെ. ഈ 950 വർഷം ഉപദേശിച്ചിട്ടുണ്ടാവൂലേ? ദഅവത്ത് ചെയ്ത കാലൊക്കെ മക്കളൊക്കെ വിളിച്ചിട്ടുണ്ടാവൂലേ? എന്നിട്ടും അവസാന നേരം നമുക്കൊന്ന് 3 വട്ടം പള്ളിയിൽ വിളിച്ചാൽ 4ാമത് നമ്മൾ പള്ളിയിലേക്ക് വിളിക്കൂല. 3 വട്ടം നന്നാകാൻ പറഞ്ഞിട്ട് 4ാമതായിട്ടില്ലെങ്കിൽ നമ്മൾ ഓനെ ഒഴിവാക്കി കളയും. ഓനല്ലേ ഞാൻ ഒഴിവാക്കി പോയി. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് എന്താ? ഏറ്റവും അവസാനം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കപ്പലിൽ കയറാൻ വേണ്ടിട്ട് വിളിക്കാണ്, മോനെ ഒന്ന് കയറ്. കയറിയിട്ടില്ല. ولا تكن مع الكافرين قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم إلا من أمر الله من رحيم وحال بينهما الموج فكان من المغرقين. എന്താ സംഭവിക്കുന്നത്? ആ കപ്പലിൽ കയറിയാൽ നീ രക്ഷപ്പെട്ടു. വിശ്വാസികളുടെ കൂടെ നീ ഒന്ന് കയറും മോനെ. എത്ര നല്ല രൂപത്തിലാ വിളിച്ചു പറഞ്ഞത്. കയറിയിട്ടില്ല, ഞാൻ ആ മലമുകളിൽ കയറി രക്ഷപ്പെട്ടോളാം. നമ്മളാളുകൾ പറയുന്നുണ്ടല്ലോ, ഇന്നിങ്ങനെ കുറെ കുറ്റമൊന്നും പറയണ്ട വാപ്പാ, ഞാൻ മരിക്കാൻ നേരം നന്നായിക്കോളാം. എന്നിങ്ങനെ കുറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നന്നായിക്കോളൂ. അതുപോലെ തന്നെ നിങ്ങൾ വലിയ പറയൊന്നും വേണ്ട, എന്റെ കയ്യിൽ അതുണ്ട്, എന്റെ കയ്യിൽ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ദുനിയവിയായ കാര്യം വെച്ചിട്ട് എന്ത് ചെയ്യും? രക്ഷപ്പെടാമെന്ന് കരുതും. കഴിയില്ല അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ. നൂഹിന്റെ ജനത തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെയോ ആദും സമൂദും എന്ത് ചെയ്തിട്ടുണ്ട്?
അവരുടെ പ്രവാചകന്മാരെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സാലിഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ജനതയാണിത് സമൂദ്. ഹൂദ് നബി അലൈഹി ഇസ്ലാമിയുടെ ജനതയാണ് ആദ് സമൂഹം. ഇവർ രണ്ടു കൂട്ടരും എന്ത് ചെയ്തിട്ടുണ്ട്? തള്ളി കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ല, ഇതിന് മുൻകഴിഞ്ഞ എല്ലാവരും ഈ പണി എടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയാൻ കഴിഞ്ഞില്ല. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു വഖൗമു ഇബ്രാഹിം വഖൗമു ലൂത്ത് വഖൗമു ഇബ്രാഹിം വഖൗമു ലൂത്ത്. അത് മാത്രമല്ല ഇബ്രാഹിമിന്റെ ജനതയെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്രാഹിമിന്റെ ജനതയും എന്ത് ചെയ്തിട്ടുണ്ട്? കളവാക്കിയിട്ടുണ്ട്. വഖൗമു ലൂത്ത്, ലൂത്തിന്റെ ജനതയും എന്ത് ചെയ്തിട്ടുണ്ട്? കളവാക്കിയിട്ടുണ്ട്. ഏതൊക്കെ പ്രവാചകന്മാർ ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ അവരൊക്കെ ആരും എന്ത് ചെയ്തിട്ടില്ല? ഇങ്ങനെ പൂമാലിട്ട് സ്വീകരിച്ചിട്ടില്ല. തള്ളിക്കളയാണ് ചെയ്തത്, കുറ്റപ്പെടുത്താണ് ചെയ്തത്. ഇബ്രാഹിം നബിന്റെ ചരിത്രം നമുക്കറിയാലോ അല്ലെ? സ്വന്തം വാപ്പ അല്ലെ, സ്വന്തം വാപ്പയാണ് അവിടുത്തെ ഈ മുശ്രിക്കുകളുടെ നേതാവ് എന്ന് പറയുന്നത് അല്ലെ. വിഗ്രഹങ്ങൾ ആരാധിക്കാണ് അവര്. അങ്ങനെയോ എന്തൊക്കെ കാര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ എന്തിന്റെ പേരിൽ ഇതൊക്കെ സഹിക്കേണ്ടി വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയണത് അതാണ്. ബാക്കിയൊക്കെ ഒന്നും അവർക്ക് പ്രശ്നമല്ല. മുശ്രിക്കുകൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, നമുക്കൊരു ഡീലാക്കാം. കുറച്ച് ദിവസം നമ്മുടെ ആളുകളെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, കുറച്ച് ദിവസം നിങ്ങളുമായിട്ട് നമ്മളും പൊരുത്തപ്പെട്ട് വരിക. ഇല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല. ഈ നാട്ടിലുള്ള ഏത് പെണ്ണിനാണ് മുഹമ്മദ് നിനക്ക് വേണ്ടത്? കല്യാണം കഴിപ്പിച്ച് തരാം. നിനക്ക് അധികാരമാണോ വരേണ്ടത്? അധികാരം തരാം. സമ്പത്താണോ വേണ്ടത്? സമ്പത്ത് തരാം. എന്തും തരാൻ തയ്യാറാണ്. ലാ ഇലാഹ ഇല്ലെന്ന് നീ പറയരുത്. അപ്പോഴാണ് പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ. അത് നിങ്ങൾ ദീൻ നമുക്ക് നമ്മളെ, അല്ലാതെ അതിലൊരു അഡ്ജസ്റ്റ്മെന്റിന് എന്തല്ല തയ്യാറല്ല. നമ്മൾ ഇന്ന് ആകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. ഇങ്ങനെ അതിനൊരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് നമ്മൾ പോകരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ അദ്ദേഹം ഇടപെട്ട മേഖലകളിലൊക്കെ അദ്ദേഹത്തെ ആളുകൾ തള്ളിപ്പറഞ്ഞു, കളവാക്കി. ലൂത്തിന്റെ ജനതയും കേൾക്കാൻ തയ്യാറായിട്ടില്ല, അനുസരിക്കാൻ തയ്യാറല്ല. എന്നിട്ടോ അതിനേക്കാൾ മോശം പ്രവൃത്തികളിലൊക്കെ ഇവരൊക്കെ പോയത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുന്നുമില്ല, വിഗ്രഹാരാധനയിൽ അവർ മുഴുകുന്നു. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുന്നുമില്ല, മുൻപൊന്നും കാണാത്ത വിധത്തിലുള്ള പുതിയ തരത്തിലുള്ള എന്താ പറയാ ലൈംഗിക ആനന്ദങ്ങളിലേക്ക്, ഹറാമായ കാര്യങ്ങളിലേക്ക് അവരെന്ത് ചെയ്തു പോയി? കടന്നുപോയി. അതിൽ നിന്ന് പോലും അവരെന്ത് ചെയ്യുന്നില്ല? മാറി നിൽക്കാൻ വേണ്ടി തയ്യാറായില്ല. എന്നിട്ട് അള്ളാഹു പറയാണ് വഅസ്ഹാബു മദിയൻ വകുذിബ മൂസ فأمليت للكافرين ثم أخذتهم فكيف كان نكير വഅസ്ഹാബു മദിയൻ, മദിയൻ നിവാസികളും നിഷേധിച്ചിട്ടുണ്ട്. വകുذിബ മൂസ, മൂസയും എന്ത് ചെയ്തിട്ടുണ്ട്? കളവാക്കപ്പെട്ടിട്ടുണ്ട്, തള്ളിക്കളഞ്ഞിട്ടുണ്ട് അല്ലെ. സൂറത്തു താഹയിൽ വളരെ വിശദമായ ചരിത്രമുണ്ട്. കുടുംബവുമായിട്ട് പോകുകയാണ്, പെട്ടെന്ന് അതാ ഒരു തീ കാണുന്നു. കുടുംബത്തോടുകൂടി പോവുകയാണ് മരുഭൂമിയിലൂടെ, താഴ്വരയിലൂടെ. അതാ ഒരു തീ കാണുന്നു. കുടുംബത്തോട് പറയുന്നു, ഇവിടെ നിൽക്ക്, ഒരു തീ കാണുന്നുണ്ട്, ഞാൻ പോകട്ടെ. അവിടെ പോയപ്പോഴതാ വിളിക്കുന്നു, വഹൽ അതാക, വിളിക്കാണ് മൂസാ നബി അലൈഹി ഇസ്ലാം. ആരാ വിളിച്ചത്? തിൽക ബിയമീനിക യാ മൂസ. അള്ളാഹുവിന്റെ വിളിയാളം വരികയാണ്. അവിടുന്ന് അള്ളാഹു പറയുകയാണ്, ഇന്നി അന റബ്ബുക്, നിശ്ചയമായും ഞാനാണ് നിന്റെ റബ്ബ്. ഇന്നനി അന അല്ലാഹ്, ഞാനാണ് അല്ലാഹു. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, ഞാനല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല എന്ന് അംഗീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഫഅബ്ദുനി, നീ ഇബാദത്ത് ചെയ്യുക. പിന്നെ ഏൽപ്പിക്കുകയാണ് ഉത്തരവാദിത്തം. വഅന ഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ,
ഇതൊക്കെ അള്ളാഹു വഹി ശ്രദ്ധിച്ച് കേൾക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറയാണ് ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഫിർഔനിന്റെ അടുത്തേക്ക് അയക്കാണ്. എന്തിനാ അയക്കുന്നത്? ദഅവത്ത് ചെയ്യാൻ വേണ്ടി. എവിടുന്നാ വന്നത്? ഫിർഔനിന്റെ അടുത്ത്. എന്നാൽ ഉത്തരവാദിത്വം ഫിർഔനിന്റെ അടുത്ത് പോകാനാണ്. കൂടെ കൂട്ടുകയാണല്ലേ ഹാറൂനെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്തു, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ ഉസ്ദുദ് ബിഹി അസ്രി വഅശ്രികു ഫീ അംരി കൈ നുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ ഇന്നക കുൻത ബിനാ ബസീറാ. ഇതൊക്കെ ദുആ ചെയ്തിട്ട് അവസാനം അല്ലാഹു പറയാണ്, ഖാല ഖദ് ഊതീത സുഅലക യാ മൂസ. ഇത്രയും കാര്യങ്ങൾ നീ ചോദിച്ചല്ലേ മൂസ? ആ മൂസ, ഖാല ഖദ് ഊതീത സുഅലക യാ മൂസ. ഇതൊക്കെ അല്ലാഹു എന്ത് ചെയ്തിരിക്കുന്നു? അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നു. അങ്ങനെ എല്ലാത്തിനെയും അനുമതി നൽകി അവിടത്തേക്ക് പോയി. നേരെ ഫിർഔനിന്റെ അടുത്തേക്ക് പോയി. അവിടുന്ന് മത്സരം വെക്കുന്നു. അവിടുന്ന് എന്ത് ചെയ്യുന്നു? കുറച്ച് ആളുകളെ കൂട്ടുന്നു, മത്സരം വെക്കുന്നു. മത്സരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഫിർഔൻ എന്ത് ചെയ്യുന്നു? മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആ മജീഷ്യന്മാരൊക്കെ കൊന്നുകളയുന്നു, ഇല്ലാതാക്കി കളിക്കുന്നു, കുരിശിലേറ്റുന്നു. പിന്നീട് അതും കഴിഞ്ഞിട്ട് ഒരു വിഭാഗത്തെ കൂട്ടിയിട്ട് പോകുന്നു. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അനുഭവിക്കേണ്ടി വന്നത് എന്താ? കടൽ കടന്ന് വന്നതാണല്ലേ, ഇവരെയും കൂട്ടിയിട്ട്, ഇസ്രായേലിനെയും കൂട്ടിയിട്ട്. എന്നാൽ എന്താ ചെയ്യേണ്ടി വന്നത്? യാത്രയിൽ ഇങ്ങനെ മനസ്സിലാക്കാണ്. ഇവരുടെ സ്വഭാവം മാറുന്നുണ്ട്. ഓരോന്നിനെ കാണുമ്പോൾ അതിനെ ആരാധിക്കാൻ തുടങ്ങുന്നുണ്ട്. ഒരു പശുവിലേക്ക് അവർ ഇതാകുന്നുണ്ട് എന്ന് തുടങ്ങി അല്ലാഹു അല്ലാത്ത മറ്റുള്ളവരിലേക്ക് അവരെന്ത് ചെയ്തു? ചായന് പോയി. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ എന്ത് ചെയ്തു? ആ സമൂഹം കളവാക്കി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചരിത്രങ്ങളിൽ പഠിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു പറയാണ്, എന്നാൽ ഞാൻ അവർക്ക് സാവകാശം നൽകി. ഈ തരത്തിൽ തോന്നിയതൊക്കെ ചെയ്യുന്ന ഈ അക്രമകാരികൾ, ഈ കളവാക്കുന്നവർ, അവര് വിചാരിക്കുന്നു അവരത് ചെയ്താൽ ഉടനെ പടച്ചോൻ അവരെ പിടിക്കും. അല്ല, അള്ളാഹു സാവകാശം നൽകും. അള്ളാഹു നോക്കും എന്താകുമെന്ന്. അള്ളാഹു പരിശോധിക്കും എന്താ ഇവരിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഇതിൽ അവരെ തുടരുന്നുണ്ടോ എന്ന് അള്ളാഹു പരിശോധിക്കും. അവിശ്വാസികൾക്ക് അള്ളാഹു പറയാൻ, വിശ്വാസം ഉള്ളിലുള്ള ആളുകളൊന്നല്ല അവര് കാഫിര്യങ്ങളാണ്. ആ കാഫിര്യങ്ങൾക്ക് അള്ളാഹു അവകാശം നൽകി. നോക്കട്ടെ, പടച്ചോന്റെ റഹ്മത്ത് നോക്കട്ടെ. പടച്ചോനോ വേണമെങ്കിൽ അങ്ങനെ ഒരു അക്രമം ചെയ്യുമ്പോൾ തന്നെ അങ്ങ് ഇല്ലാതായിക്കൂടെ? ആക്കാൻ കഴിയും. ഒരു ബുദ്ധിമുട്ടും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ അള്ളാഹു കാരുണ്യവാൻ. സാവകാശം നൽകി. ആർക്ക്? കാഫിര്യങ്ങൾക്ക്. സാവകാശം നൽകി എന്ന് വിചാരിച്ചിട്ട് അവരെ വെറുതെ വിടുന്ന പരിപാടിയില്ല. സാവകാശം നൽകി എന്ന് ചോദിച്ചാൽ അവരെ വെറുതെ വിടുന്ന പരിപാടി ഉണ്ടോ? ഇല്ല. നമ്മളിന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെക്കെതിരെ, നമ്മളെ കളവാക്കുന്ന, നമ്മുടെ ദീനിനെ അക്സെപ്റ്റ് ചെയ്യാത്ത, നമുക്കെതിരെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്നും എത്ര സുഖത്തിലാ കഴിയുന്നത്, ഇന്ന് എന്ത് രസത്തിലാ അവർ കഴിയുന്നത്. അവർ അള്ളാഹു പിടിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഇന്നവർ ഈ ഇങ്ങനെ സുഖിച്ചു പോകുന്നുണ്ട്, നല്ല നിലയിൽ പോകുന്നുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ്? അള്ളാഹു അവർക്കൊരു സാവകാശം നൽകിയതാണ്. ഇതൊന്നും അള്ളാഹു പിടിക്കൂലെന്ന് എന്ത് ചെയ്യരുത് നമ്മൾ കരുതാനേ പാടില്ല. അള്ളാഹു പിടിക്കും, അത് അള്ളാഹുവിന്റെ വാക്കാണ്. അള്ളാഹു അവരെ പിടിക്കും. അത് തന്നെയല്ലേ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ വെറുതെ വിട്ടോ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ വെറുതെ വിട്ടോ? ആദ് സമൂഹത്തെയും സമൂദ് ഗോത്രത്തെയും എന്ന് തുടങ്ങി ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കെതിരെ പ്രവർത്തിച്ച ഏത് ഖൗമിനാണ് അള്ളാഹു വെറുതെ വിട്ടത്? ചെറിയ ശിക്ഷ അവർക്കൊക്കെ നൽകിയത്? ചെറിയ ശിക്ഷയാണോ നൽകിയത്? അല്ലല്ലോ, വമ്പിച്ച ശിക്ഷയല്ലേ അള്ളാഹു നൽകിയത്. ചെറിയ ശിക്ഷ ഒന്നുമല്ല, വലിയ വലിയ അപാരമായ ശിക്ഷകൾ അല്ലേ. ഇന്നും നമുക്ക് കാണാൻ കഴിയും അതിന്റെ പല അവശിഷ്ടങ്ങളും ഈ ലോകത്ത്. അവരെ ശിക്ഷിച്ച, അവരില്ലാതാക്കിയ പല കാര്യങ്ങളും ഇന്നും അവശേഷിച്ചിരിപ്പുണ്ട് അല്ലെ. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തി. പണ്ഡിതന്മാര് പറയുന്നത് കാണാം, അതായത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അവരെ ആ ഭാഗം മാത്രം, അവര് മാത്രം അള്ളാഹു ഉയർത്തി. ആ ഭാഗം മാത്രം. ഒരു കേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കൂലേ, അതുപോലെ തെറ്റുകൾ ചെയ്തു കൂട്ടി ആ കൗമിനെ മാത്രമാണ് അള്ളാഹു എന്ത് ചെയ്തത്? എടുത്ത് ആകാശത്തിലേക്ക് ഉയർത്തി. പിന്നീട് എന്ത് ചെയ്തു? അള്ളാഹു അതിനെ തലകീഴായി മറിച്ചിട്ടു. ഇതൊക്കെ പറയുമ്പോൾ നമ്മള് ലൂത്ത് നബി അലൈഹി സ്വലാം അങ്ങനെ ആക്കിയതല്ലേ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്,
നമ്മളങ്ങനെ മറച്ചിടണമെന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഇടം ഒന്ന് കുലുങ്ങിയാൽ നമ്മൾ ഭയക്കൂലേ? നമ്മൾ പേടിച്ചോടൂലേ? ഒന്നും വേണ്ട, ഈ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റാൻഡ് തന്നെയാലും മുകളിലോട്ടേക്ക് പോയാലും എന്താ സമാധാനത്തിൽ നിൽക്കാൻ കഴിയും നമുക്ക്? ഇല്ല. നമുക്കൊരു കാരണം വേണം. എന്തേ അത് പൊന്തിയത്? അള്ളാഹുവിന് ഒരു കാരണത്തിന്റെ ആവശ്യമില്ല. അവൻ പറഞ്ഞാൽ അതുണ്ടാകും അല്ലെ? അള്ളാഹു പറഞ്ഞു ഭൂമിയോട് ഉണ്ടാകാൻ, ഭൂമി ഉണ്ടായി. ആകാശ ഭൂമികൾ അള്ളാഹു എന്ന് പറഞ്ഞപ്പോഴേക്കുണ്ടായി. ഈ അള്ളാഹുവിനെ ഈ ദുനിയാവിലുള്ള ഒരു കാര്യം ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ട് നമ്മൾ കരുതുന്നത്? നമ്മൾ അള്ളാഹുവിന്റെ ശക്തി നമുക്ക് മനസ്സിലായിട്ടില്ല, അള്ളാഹുവിന്റെ അറിവ് നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അള്ളാഹു അറിയാത്ത ഒരു വിഷയം ഈ ദുനിയാവിൽ നടക്കുന്നില്ല. ഒരു ഇല പോലും കൊഴിയുന്നില്ല. നമ്മളൊന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പ്രസംഗത്തിൽ ഇങ്ങനെ കേട്ടു പോകേണ്ടതല്ല, നമ്മൾ ശരിക്കും ഇരുന്ന് പഠിക്കേണ്ടതാണ്. ഒരു ഇല പോലും കൊഴിയുന്നില്ല. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് എത്ര മരങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഈ ജനലിലേക്ക് നോക്കുമ്പോൾ മരങ്ങൾ നമുക്ക് കാണുന്നില്ലേ? ചെടികൾ കാണുന്നില്ലേ? അതിൽ നിന്നുള്ള ഒരു ഇല, അത് എത്ര നിസാരമാണ് അല്ലെ? ഇന്ന് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയിട്ട് തീരുമ്പോഴത്തേക്ക് എത്ര ഇലകൾ ചിലപ്പോൾ അതിന് കൊഴിഞ്ഞിട്ടുണ്ടാവും, എത്ര കാറ്റ് വീശിയിട്ടുണ്ടാവും, എത്ര മരങ്ങൾ ഇല്ലാതെ ആയിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് ഒരു യാത്ര പോകുമ്പോൾ കുറെ മരങ്ങളുണ്ടല്ലേ? ഇപ്പൊ വയനാട്, ഊട്ടി എന്ന് തുടങ്ങി നമ്മൾ പല പ്രദേശങ്ങളിലും പോകുന്നുണ്ട്, മൂന്നാർ, അവിടെ ഒക്കെ പോകുമ്പോൾ വലിയ വലിയ കാടുകൾ നമ്മൾ കാണുന്നുണ്ട്. കുറെ മരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കുറെ ഇലകൾ കാണുന്നുണ്ട്. അതിൽ നിന്നൊന്നും ഒരു ഇല പോലും കൊഴിയുന്നില്ല അല്ലെ? നമ്മള് ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്നാൽ നമുക്ക് എണ്ണാൻ കഴിയും എത്ര ഇല പോയി, എത്ര ഇലകളെ വീഴും നമുക്ക് എണ്ണാൻ കഴിയും. നമുക്ക് ഒരു ചെറിയ ഒന്നുമായിട്ട് ഒരു കരിവേപ്പില അല്ലെ, നമ്മളെടുത്ത് എത്ര സിമ്പിളായിട്ട് എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണത്. ആ കരിവേപ്പിലയുടെ എത്ര ഇല അതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയണില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് അത് എത്ര വിശാലമാണ്, ഒന്നും നടക്കണില്ല. കടൽ എന്ന് പറയുന്നത് എത്ര വിശാലമാണ്. നമ്മൾ കണ്ടോ കടൽ മുഴുവനും? കടലിന്റെ അടിഭാഗത്ത് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയോ വ്യക്തമായിട്ട്? ഇല്ല. കാണുന്ന ചില കാഴ്ചകൾ എന്നല്ലാതെ അതിന്റെ അപ്പുറം നമുക്ക് എന്തറിയാം? അതിൽ നിന്ന് ഒരു മീന് പോലും സഞ്ചരിക്കുന്നില്ല അള്ളാഹുവിന്റെ അറിവോടുകൂടി അല്ലാതെ. ഒരു മീന് പോലും ചത്തുപോകുന്നില്ല അള്ളാഹുവിന്റെ അറിവില്ലാതെ. ഒരു ഞണ്ട് പോലും നടന്നു പോകുന്നില്ല അള്ളാഹുവിന്റെ അറിവോടെ അല്ലാതെ. എല്ലാം അള്ളാഹ്ക്കറിയാം. അള്ളാഹുവിന്റെ അറിവ് അത് വിശാലാണ് എന്ന് നമ്മൾ അറിയണം, നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അവരെ പിടിക്കും, അതിലൊരു ഡൗട്ടൊന്നുമില്ല. അള്ളാഹുവിന് അതെന്താണ്? വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ എന്റെ പ്രതിഷേധം എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് എന്റെ പ്രതിഷേധം? എങ്ങനെയുണ്ട്? അള്ളാഹു ചോദിക്കാണ്. നിങ്ങളിങ്ങനെ അക്രമങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹു അങ്ങ് പിടിച്ചു കളയും. എങ്ങനെയുണ്ട് എന്റെ അതിനോടുള്ള എന്റെ പ്രതിഷേധം എങ്ങനെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ വലാകിന്ന അദാബുല്ലാഹി ശദീദ്, സൂറത്തുൽ ഹജ്ജ് തുടങ്ങി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതാ. വലാകിന്ന അദാബുല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ അത് കഠിനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അയവ് കാണിച്ച് ഇന്നൊരു അള്ളാഹു ഒരു സാവധാനം നൽകിയെന്ന് വെച്ച് അയാൾ വലിയതോ നിലയിലല്ല. സുമ്മാക്കത്തും അള്ളാഹു അയാളെ പിടിക്കും. ആ പിടുത്തം അതെന്തായിരിക്കില്ല? ഒരിക്കലും ചെറുതായിരിക്കില്ല. അത് വളരെ കഠിനമായ ശിക്ഷയായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അടുത്ത ആയത്തും കൂടി നമുക്ക് എടുക്കാം. അടുത്ത ആയത്തിൽ അള്ളാഹു ആ ശിക്ഷ ഇറങ്ങിയ നാടിന്റെ അവസ്ഥ പറയാൻ നമുക്ക് ഓതാം. ഫകഅയ്യിം മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമ فهي خاوية على عروشها وبئر معطلة وقصر مشيد. فكأي من قرية فكأي എത്രയാണ്, എന്നാൽ എത്രയാണ്, മിൻ ഖർയത്തിൻ നാടുകൾ, അങ്ങനെ എത്ര കുറെ, മിൻ ഖർയത്തിൻ നാടുകൾ, അഹ്ലക്നാഹാ നാം നശിപ്പിച്ചിരിക്കുന്നു. എത്ര നാടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്.
വഹിയ ളാലിമത്തുൻ, വഹിയ അതായിരിക്കെ, ളാലിമത്തുൻ അക്രമങ്ങൾ ചെയ്യുന്ന, ദുൽമ പ്രവർത്തിക്കുന്ന. എന്താ ഈ ദുൽമ്? ദുൽമ് എന്ന് പറഞ്ഞാൽ വേറെ ആ കൗമ് വേറെന്തോ പുതിയ ദുൽമ ചെയ്തോ? ഇല്ല, നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ കൗമൊക്കെ ഇല്ലാതാക്കിയ കാരണങ്ങൾ ഓരോന്നുണ്ട് അല്ലെ. സ്വർഗരതി ഒരു കാരണമാണ്, കച്ചവടത്തിൽ തട്ടിപ്പൊരു കാരണമാണ്, അള്ളാഹുവിനെ ധിക്കരിച്ച കാരണമാണ്. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇന്ന് നമ്മളെ ഉമ്മത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർക്കൊക്കെ ഉണ്ടായ, ഓരോ കൗമിനുണ്ടായ എല്ലാ കുഴപ്പങ്ങളും ഇല്ലേ, അതൊക്കെ ഇന്ന് ഈ കൗമിലുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഉമ്മത്തിലുണ്ട്. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പൊ വലിയ മാലിം എന്ന് പറഞ്ഞാൽ എവിടെയോ കൊണ്ടാടുന്നതല്ല, നമ്മുടെ നാട്ടിലുണ്ട് ദുൽമകൾ. ആ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നുണ്ട് കുറെ അക്രമങ്ങൾ. വഹിയ മാലിമ, അക്രമം ചെയ്യുന്നതായിരിക്കെ, ഫഹിയ എന്നിട്ടവ ഖാദിയത്തുൻ അലാ ഉറൂശിഹാ, ഖാദിയത്ത് എന്ന് പറഞ്ഞാൽ വീണുടഞ്ഞു കിടക്കുകയാണെന്നാണ്. വീണുടഞ്ഞു കിടക്ക. എന്താണ് ഉടഞ്ഞു പോയത്? അലാ ഉറൂശിഹാ, അവയുടെ മേൽപ്പുരകളോടെ എന്ത് ചെയ്യാണ്? ഉടഞ്ഞു കിടക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മളെ ഫോണൊന്നും ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് താലേക്ക് ഇട്ടാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം എന്താ? വീണുടയുമ്പോ ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ വീട് ഒരു നിമിഷം വീണുടഞ്ഞാൽ മേൽക്കൂരയോടെ, അതെന്ത് ഭീകരമായിരിക്കല്ലേ. നമ്മളെ ഫോണ് വീഴുന്നതിന് നമുക്ക് ആലോചിക്കാനില്ല. അപ്പൊ നമ്മുടെ വീട് അങ്ങനെ തന്നെ അല്ലേ? ആ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, നമ്മൾക്ക് വില കൊടുത്ത് നമ്മളെ വിലയുള്ള എല്ലാ നമ്മളെ മൂല്യം നൽകുന്ന പലതും ഉണ്ടാവും നാട്ടില്. അതങ്ങ് ഉടനെ തീരുമുണ്ട അവസ്ഥ അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ? ശിക്ഷ എന്ന് പറയുമ്പോ എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് നിന്ന് ശിക്ഷ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എല്ലാത്തിനും വേണ്ടി തയ്യാറായിട്ട് ഇറങ്ങി വരുന്നതാണോ? അല്ല. പെട്ടെന്നൊരു നിമിഷം അല്ലാഹുവിന്റെ ശിക്ഷ കടന്നു വരും, ആരറിയുന്നില്ല. നമ്മൾ ആലോചിക്കണം, നമ്മുടെ വീട്ടിൽ നമ്മളിങ്ങനെ സുഖിച്ചു കഴിയുന്നു, പെട്ടെന്ന് ഉരുൾപ്പെട്ടു വന്നാൽ എന്താക്കും? നമ്മുടെ നാട് അങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ സെറ്റപ്പാണ്, എന്റെ നാട്ടിൽ അത് വരൂല ഇത് വരൂല എന്നൊക്കെ ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല അല്ലെ. സുനാമി വരുമെന്ന് കരുതിയിട്ടാണോ ആ സുനാമി വന്ന നാടുകളിലൊക്കെ ആളുകൾ അവിടെ നിന്നത്? അല്ല, സുനാമി വരൂല എന്ന് കരുതിയിട്ടാണ്. വരൂന്ന് പറഞ്ഞെങ്കിൽ അവർ അവിടുന്ന് അപ്പോഴേ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആ ഒരു ശിക്ഷയുടെ കഴിവും ഖാബിയത്തുൻ അലാ ഉറൂശിഹ, മേൽക്കൂരയോടെ വീടുടഞ്ഞുപോയി. വബിഇരിൻ മുഅത്തല, ഉപയോഗശൂന്യമായ എത്ര കിണറുകളാണ്. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? പണ്ട് കാലത്ത് ഒരു നാട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടർ ഒരു നാട്ടിൽ പോയിട്ട് നിൽക്കണമെങ്കിൽ, അവിടെ ജനവാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കിണർ ഉണ്ടാകണം. ആ ജലസ്രോതസ് ലഭിച്ചാലാണ് അവിടെ നിന്നുണ്ടാക്കുക, അവര് ആളുകൾ താമസിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഒരു സിസ്റ്റം. നമ്മൾ കിണർ കുഴിക്കില്ല, അന്ന് കിണറുകൾ ഉള്ളിടത്താണ് ഈ ആളുകൾ പോയിട്ട് താമസിക്കാൻ വേണ്ടി തുടങ്ങാം അല്ലെ. നമുക്ക് മക്കയുടെ ചരിത്രം നമുക്കറിയാം. ഹാജറ ബീവി ഓടി അവിടെ എന്ത് ചെയ്തു? ഒരു ജലസ്രോതസ് ഉണ്ടായി അല്ലെ, വെള്ളം വരാനുള്ള ഒരു വഴി ഉണ്ടായപ്പോ പിന്നെ അതിലൂടെ യാത്ര ചെയ്ത ആളുകളൊക്കെ എന്ത് ചെയ്തു? അവിടെ വന്നിട്ട് തങ്ങാൻ ആരംഭിച്ചു. അപ്പൊ ജലം അത് പ്രധാനമാണ്. അപ്പൊ അങ്ങനെയുള്ള കിണറുകൾ ഈ നാട് മുഴുവൻ കാലിയായാൽ പിന്നെ ആ കിണർ എന്തിനാ? അത് ഉപയോഗശൂന്യമായില്ലേ. ആ കിണർ ഒരു എന്താ പറയാ, ഉപേക്ഷിച്ച് കിടക്കുന്ന ഒന്നായില്ലേ. എല്ലാ ആളുകളും ഇതിലുണ്ട്, എല്ലാവരും കൂടെ അവിടെ പോയാൽ അതെന്തായി? ഉപയോഗശൂന്യമായി. അങ്ങനെ ഉപയോഗശൂന്യമായ എത്ര കിണറുകളുണ്ട്. വഖസ്രിൻ മശീദ്, പടുത്തുയർത്തിയ എത്ര കോട്ടകൾ, എത്ര മണിമാണികകൾ അത് ഉണ്ട് അവിടെ. എങ്ങനെ? ആരുമില്ലാതെ വിജനമായി. അവിടെ കഴിയേണ്ടവരൊക്കെ അള്ളാഹു ഇല്ലാതാക്കി, നശിപ്പിച്ചു. അത് അള്ളാഹു പറഞ്ഞത് എത്ര നാടുകൾ അവിടെയുള്ള ആളുകൾ അക്രമങ്ങൾ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ലളിതമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, മുൻകഴിഞ്ഞ ഖൗമുകളൊക്കെ അക്രമം ചെയ്തിട്ടുണ്ട്, അവർക്ക് അതിനുള്ള ശിക്ഷയും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. അതിന്റെ കഠിനാവസ്ഥയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി നമുക്ക് ഈ ആയത്തുകളൊന്നും കൂടി ഓതി നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. وَإِن يُكَذِّبُوكَ فَقَدْ كَذَّبَتْ قَبْلَهُمْ قَوْمُ نُوحٍ وَعَادٌ وَثَمُودَ وقوم إبراهيم وقوم لوط وأصحاب مدين وكذب موسى
فأمليت للكافرين ثم أخذتهم فكيف كان نكير. فكأي من قرية أهلكناها وهي ظالمة فهي خاوية على عروشها وبئر معطلة وقصر مشيد. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും ജീവിതത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ജീവിതത്തിലൂടെ നടത്തുന്ന തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി